പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. കയ്പമംഗലം ചമ്മിണിയിൽ റഫീഖ്, കാട്ടൂർ പെരിഞ്ഞനം ചിറക്കുഴി അഫ്സീർ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു. കോട്ടയത്ത് നിന്ന് ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആനയെഴുന്നള്ളിപ്പിനുള്ള നിയന്ത്രണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കോടതി ആവർത്തിച്ചതോടെ പൂരപ്രേമികൾ ആശങ്കയിലായി. നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയാൽ പൂരം നടത്താനാകില്ലെന്ന് സംഘാടകർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കയ്പമംഗലം സ്വദേശി ചമ്മിണിയിൽ വീട്ടിൽ റഫീഖ്, കാട്ടൂർ പൊഞ്ഞനം സ്വദേശി ചിറക്കുഴി വീട്ടിൽ അസ്വീർ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കഴിഞ്ഞ മെയ് 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം കുറ്റിലക്കടവ് രായം മരക്കാർ വീട്ടിൽ ഉസൈബയാണ് വിഷബാധയേറ്റ് മരിച്ചത്. 250ഓളം പേർക്കാണ് അന്ന് ഭക്ഷ്യവിഷബാധയേറ്റത്. സംഭവത്തിനു ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച പ്രതികളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് പ്രകാരം 2 പേരും കയ്പമംഗലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാത മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു. മണലിയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ലോറി മറിഞ്ഞത്. കോട്ടയത്ത് നിന്ന് ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്തെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണം. ഈ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് രൂപപ്പെട്ട ഗർത്തത്തിൽ വീണാണ് വാഹനങ്ങൾ മറിയുന്നത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ഉപയോഗിക്കുന്ന പാതയാണിത്. ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരിയാൻ സ്ഥലമില്ലാത്തതും അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. ഒരാഴ്ചക്കിടെ 2ാമത്തെ ലോറിയാണ് ഇവിടെ മറിയുന്നത്. കുത്തനെയുള്ള ഇറക്കവും വളവും ഉള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗം വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മീഡിയ ടൈം, തൃശൂർ. ആനയെഴുന്നള്ളിപ്പിനുള്ള നിയന്ത്രണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കോടതി ആവർത്തിച്ചതോടെ പൂരപ്രേമികൾ ആശങ്കയിലായി. നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയാൽ പൂരം നടത്താനാകില്ലെന്നാണ് സംഘാടകർ ആവർത്തിക്കുന്നത്. പ്രശ്നത്തിൽ നിയമനിർമ്മാണം വേണമെന്ന നിലപാടിലാണ് തൃശൂർ പൂരം സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നിലവിലെ ഉത്സവങ്ങൾ പെട്ടെന്ന് ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ടാക്കരുതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. എന്താണ് ഇങ്ങനെ ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ പറയുന്നതെന്ന് അറിയണില്ല. ആഘോഷങ്ങളും ഇതൊക്കെ സന്തോഷിക്കുന്ന ആ സമയമാണ്. ആ സന്തോഷിക്കുന്ന സമയത്ത് അത് പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് അതിൽ ഇടപെടണം. ഗവൺമെൻറ് വേണ്ടതായ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് പോലത്തുള്ള സംഭവങ്ങളിൽ ഗവൺമെൻറ് ഇടപെട്ടു. ആ ഗവൺമെൻറ് ഇടപെട്ട് കേരളത്തിൻ്റെ ആ തനിമ എങ്ങനെയാണെന്ന് കോടതിയെ ധരിപ്പിക്കണം. അത് ഒരു ലംഘനമായിട്ട് എടുക്കാണ്ട് അത് കോടതിയെ ധരിപ്പിച്ച് വേണ്ടതായ ഒരു ചർച്ചയിലൂടെ നിയമങ്ങൾ കർശനമാക്കാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്തി ഏതെല്ലാം കാര്യത്തിൽ മാറ്റം വരുത്താം, ഏതെല്ലാം മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഒന്ന് ഗവൺമെൻറ്റിൽ കൂലങ്കഷമായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ വിലയിരുത്താൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്ത യോഗം ചേർന്നേക്കും. നാട്ടാന പരിപാലന നിയമത്തിലെ ചട്ടഭേദഗതിയിലാണ് പൂരം സംഘാടകർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. കോടതി വീണ്ടും രൂക്ഷമായി എതിർത്തതോടെ ഈ പ്രതീക്ഷ മങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഭേദഗതി ചർച്ച ചെയ്യാൻ പൂരം സംഘാടകരെ ഉൾപ്പെടെ സർക്കാർ വിളിച്ചിരുന്നു. ചട്ടഭേദഗതിയിൽ ആനകൾ തമ്മിലുള്ള ദൂരപരിധി പറയുന്നില്ലെന്നാണ് അറിയുന്നത്. നിയമത്തിലും ഇത് പറഞ്ഞിരുന്നില്ല. ഇത് പാസാക്കിയെടുത്താൽ മാത്രമേ പൂരങ്ങളുടെ നടത്തിപ്പ് സുഗമമാകൂവെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ജനുവരിയോടെ മാത്രമേ ചട്ടഭേദഗതി പാസാകൂ. മീഡിയ ടൈം, തൃശൂർ.
അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തി ചെറുമത്സ്യങ്ങളെ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. എറണാകുളം മുനമ്പം പോണത്ത് രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള സഞ്ജു എന്ന മത്സ്യബന്ധന ബോട്ടാണ് ചെറുമത്സ്യങ്ങൾ പിടിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത്. നിയമപരമായ അളവിലല്ലാതെ കാണപ്പെട്ട 7500 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർധനയും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനമാർഗവും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നതിൽ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. നിരോധിത വലകൾ ഉപയോഗിച്ചാണ് ചെറുമത്സ്യങ്ങളെ പിടിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഭീഷണിയുമാണ്. മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്കാണ് വ്യാപകമായി ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്നത്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 2,50,000 രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി. ഉപയോഗയോഗ്യമായ 44,000 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. AFEO സംന ഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ VN, ഷിനിൽ കുമാർ ER, സി റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, സ്രാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ ഫിലിക്സ് എന്നിവരാണ് പ്രത്യേക പെട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ഇത്തരം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ കർശന പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. തൃപ്രയാറിൽ സ്വകാര്യ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ഉത്സവ കച്ചവടക്കടയിലേക്ക് ഇടിച്ചു കയറി. ഇന്നു രാവിലെ 9 മണിയോടെ തൃപ്രയാർ പോളി ജംഗ്ഷനിലായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് വന്നിരുന്ന ബസ് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ടെമ്പിൾ റോഡിലേക്ക് കടന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ചൂലൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. തൃപ്രയാർ ഏകാദശമിയോടനുബന്ധിച്ചെത്തിയ കച്ചവടക്കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൊടുങ്ങല്ലൂർ DYSP BK രാജുവും വലപ്പാട് പോലീസും സ്ഥലത്തെത്തി. വെള്ളാങ്കല്ലൂർ മനക്കലപ്പടിയിൽ എയിം ലോ കോളേജിന്റെ ശിലാസ്ഥാപനം നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. പൂർണ്ണമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ജീവിക്കാനുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അധികാരമുണ്ട്, നമ്മുടെ ഡിഗ്നിറ്റിക്കുള്ള അധികാരമുണ്ട്, എഡ്യൂക്കേഷനുള്ള അധികാരമുണ്ട്, എഴുതാനുള്ള അധികാരമുണ്ട്, വിവിധങ്ങളായിട്ടുള്ള അധികാരങ്ങളും അതോടൊപ്പം നിയന്ത്രിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ നിയമബന്ധിതമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഭരണഘടന എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. വ്യാഖ്യാനിക്കുന്ന ഭേദഗതികളുണ്ടാവും, ഒട്ടനവധി ഭേദഗതികളും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. ഭരണഘടനാ ഭേദഗതികൾ വരുന്നതോടുകൂടി ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഭരണഘടന വിവിധ സാഹചര്യങ്ങൾ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭരണഘടന അതിനനുസൃതമായിട്ട് ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. AKM എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഔസേ പമ്പുക്കൻ അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗാദർ പട്ടേപ്പാടം, ബ്ലോക്ക് മെമ്പർ അസ്മാബി ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷംസു വെളുത്തേരി, സെക്രട്ടറി MA ജോഷി, OM ദിനകരൻ, സുരേഷ് പണിക്കശ്ശേരി, മുസമിൽ, MK മോഹനൻ, ശശി മേനോൻ, AB മോഹനൻ എന്നിവർ സംസാരിച്ചു. നിലവിൽ മാളയിലാണ് കോളേജ് താൽക്കാലികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
AKM എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കോണത്തുകുന്ന് മനക്കലപ്പടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിപുലമായ ക്യാമ്പസോടെയാണ് നിയമബിരുദ കലാലയം ആരംഭിക്കുന്നത്. മെഴുകുതിരിയിൽ നിന്ന് തീപിടിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മാള പള്ളിപ്പുറം കാച്ചപ്പള്ളി പരേതനായ മത്തായിയുടെ ഭാര്യ സിസിലിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച മാള പള്ളിപ്പുറം പള്ളിയിൽ വെച്ച് മെഴുകുതിരിയിൽ നിന്ന് സാരിയിൽ തീപിടിക്കുകയായിരുന്നു. സാരമായി പൊള്ളലേറ്റ സിസിലി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ മരിക്കുകയായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 പൊയ്യ പുളിപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. 9ാം ക്ലാസ്സുകാരി ഫാത്തിമ സാറയുടെ സന്മനസ്സിന് പൊന്നോളം തിളക്കം. അച്ഛന്റെ ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന സഹപാഠിയുടെ കണ്ണീരൊപ്പാൻ കമ്മലൂരി നൽകി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നന്മയുടെ പാഠപുസ്തകമായി. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശി ചെറുവിള്ളിൽ രാജുവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന രാജുവിന്റെ മകളുടെ സങ്കടം കണ്ടറിഞ്ഞ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സാറ താൻ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കമ്മൽ ചികിത്സാ ചിലവിലേക്കായി നൽകാൻ സന്നദ്ധയാകുകയും ഇക്കാര്യം സ്കൂൾ അധികൃതരെ അറിയിക്കുകയുമായിരുന്നു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ഷൈനി ആൻഡോക്കി ഫാത്തിമ സാറ കമ്മൽ കൈമാറി. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, സീനിയർ അസിസ്റ്റന്റ് ഏലിയാമ്മ, സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. യുവകലാസാഹിതി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ പ്രഥമ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക പുരസ്കാരം പൊതുപ്രവർത്തക ആനി രാജയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാതന്ത്ര്യ സമര നേതാവ് അൽ അമീൻ, പത്രാധിപർ, എഴുത്തുകാരൻ, കവി, പ്രഭാഷകൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ സ്മരണാർത്ഥം മതനിരപേക്ഷ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിനാണ് ആനി രാജ അർഹയായത്. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട കൂട്ടക്കുരുതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ നേരിട്ടെത്തി ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ദേശീയ നേതാവെന്ന നിലയിലാണ് യുവ കലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ ചെയർമാനായ ജൂറി കമ്മിറ്റി ആനി രാജയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾക്കൊള്ളുന്ന പുരസ്കാരം ഡിസംബറിൽ നടക്കുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് സ്മാരക സമ്മേളനത്തിൽ വെച്ച് ആനി രാജയ്ക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവ കലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ, രക്ഷാധികാരി ET ടൈസൺ MLA, ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER ജോഷി, കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പിള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം തയ്യൽ തൊഴിലാളികൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്ന നിലപാട് അവസാനിപ്പിക്കണമെന്നും തൊഴിലാളികൾക്ക് ESI ഏർപ്പെടുത്തണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമനട ഏരിയ അഷ്ടമിച്ചിറ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി മേരി ഇഗ്നേഷ്യസ്, സ്മിത ട്രിൻസൺ, അമ്മിണി കുമാരൻ, PD സേവ്യർ, സുഭദ്ര ശങ്കരനാരായൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്നമനട ഗ്രാമപഞ്ചായത്ത് കന്നുകുട്ടികൾക്കുള്ള കാലിത്തീറ്റ വിതരണം ചെയ്തു. ഗോവർദ്ധനി പദ്ധതിയുടെ ഭാഗമായി കീഴടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് കാലിത്തീറ്റ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ, വാർഡ് മെമ്പർ ഷിജു ചക്കാലക്കൽ, കുമ്പിടി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ മഞ്ജു, മാമ്പ്ര വെറ്റിനറി സർജൻ അലോഷ് പീറ്റർ, പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജുഷ, സംഘം പ്രസിഡന്റ് ജനാർദ്ദനൻ, സെക്രട്ടറി MR സോമൻ എന്നിവർ പ്രസംഗിച്ചു. ബൈക്കിൽ സഞ്ചരിച്ച് സന്ധ്യാസമയങ്ങളിൽ സ്ത്രീകളെ കടന്നുപിടിച്ച് ഉപദ്രവിക്കുന്നയാൾ പിടിയിൽ. മറ്റത്തൂർക്കുന്ന് പത്തമടക്കാരൻ ഷനാസ് ആണ് കൊടകര പോലീസിന്റെ പിടിയിലായത്. കൊടകര മറ്റത്തൂർക്കുന്ന് ആറ്റപ്പള്ളി മൂലംകുടം പരിസരത്ത് ദിവസവും സന്ധ്യാസമയത്ത് ബൈക്കിൽ സഞ്ചരിച്ച് ജോലി കഴിഞ്ഞും മറ്റും വീട്ടിലേക്ക് നടന്നും സ്കൂട്ടറിലും മടങ്ങുന്ന സ്ത്രീകളുടെ പുറകിലൂടെ എത്തി കടന്നുപിടിക്കുന്നത് പതിവാക്കിയ യുവാവിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. മട്ടത്തൂർക്കുന്ന് സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ഷനാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.
ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ CIP കെ ദാസ്, SI അരിസ്റ്റോട്ടിൽ VP, SI സുരേഷ്, ASI സജു പൗലോസ്, ASI ആഷ്ലിൻ ജോൺ, ASI ലിജോൺ, CPO ശ്രീജിത്ത് എന്നിവർ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് എക്കാലത്തും ജനകീയ സംഗീതം നിർവഹിച്ചിട്ടുള്ളതെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. മതിലകം കളരിപ്പറമ്പിൽ ജനകീയ സംഗീത പ്രതിഭ ES സതീഷ് ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന വർഗം എക്കാലത്തും അവരുടെ തൊഴിലിടങ്ങളിൽ തൊഴിലിനൊപ്പം പാട്ടുമായി ചേരുമായിരുന്നു. അധ്വാനത്തെ അനായാസമാക്കാനും സാമൂഹിക വിശാലതയ്ക്കും പാട്ടെന്നും മനുഷ്യന് കൂട്ടായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സതീഷ് ബാബു അനുസ്മരണ സമിതി ചെയർമാൻ EG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമ സതീഷ് ബാബു സ്മാരക പുരസ്കാരം ജനകീയ ഗായകൻ AV സതീഷിന് ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാനിച്ചു. നാടക പ്രവർത്തകൻ PK വാസുദേവനെ MK പ്രേമാനന്ദൻ ആദരിച്ചു. നമിത സതീഷിന്റെ IC നോവലിന്റെ ബ്രൗഷർ ജിനൻ പ്രകാശനം ചെയ്തു. UK സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സോമൻ താമരക്കുളം, MS ദിലീപ്, PJ നാസർ, PV സജിത, ശ്രീനിവാസൻ ഐനുപ്പിള്ളി, TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സതീഷ് ബാബു അനുസ്മരണ സമിതിയും ആർട്ട് ഓഫ് കളരിപ്പറമ്പും ഗ്രാമീണ വായനശാലയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഡിസംബർ 5 മുതൽ 15 വരെ കോയമ്പത്തൂർ ഗാന്ധി പാർക്കിലെ BOC പാർക്ക് സ്കേറ്റിംഗ് റിംഗിൽ നടക്കുന്ന 62ാമത് നാഷണൽ റോളർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ടീം അംഗങ്ങൾക്കായി ഹോളി ഗ്രേസ് അക്കാദമിയിൽ വിജയാശംസ ചടങ്ങ് സംഘടിപ്പിച്ചു. മാള പോലീസ് സ്റ്റേഷൻ SI രാജീവ് നമ്പീശൻ മുഖ്യാതിഥിയായിരുന്നു. ഈ ഒരു കാലം ഒന്നിലും പിന്നോട്ട് നിൽക്കേണ്ടതല്ല, എല്ലാത്തിലും നമ്മൾ മുൻപോട്ട് സഞ്ചരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മത്സരത്തിന്റെ ഒരു കാലമാണ്. അപ്പോൾ വളരെ ആരോഗ്യപരമായ മത്സരത്തിൽ കൂടെ നമുക്കെല്ലാം മുന്നേറേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ഇവിടെ സ്റ്റേറ്റ് മത്സരം നടന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്, സാന്ദർഭികമായിട്ടാണ് ഇവിടെ വരേണ്ടി വന്നതും ഈ ഒരു ഗെയിം പരിചയപ്പെടാൻ സാധിച്ചതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എനിക്ക് ഇന്ന് വരാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷവും ക്ഷണിച്ചതിൽ നന്ദിയുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ചക്രം ഇതറിയാത്തവർക്ക് ഇതിന് മേലെ കൂടെ ഒരു മിനിറ്റ് നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ വളരെ ശ്രമകരമായ കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ നിങ്ങളെ പരിശീലിപ്പിച്ചെടുത്ത അധ്യാപകരും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളും ഇതിന്റെ ഓർഗനൈസർമാരും എല്ലാവരും അഭിനന്ദനാർഹർ തന്നെയാണ്. സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ, സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ജോസഫ് ആലുങ്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ ബിനി M എന്നിവർ പ്രസംഗിച്ചു. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്നും ദിസ ജോബി, PR രോഹിത് കൃഷ്ണ, ശ്രേയ രാജീവ്, ദിയ ജോബി, ആദി കിരൺ, സ്വാതി MS, സാക്കിന സാറ, PS സാറ, B സന്തോഷ് എന്നിവരാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു. കോതമംഗലം സബ് ഇൻസ്പെക്ടർ S ശിവകുമാർ ലഹരി വിരുദ്ധ സന്ദേശ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്ലബിൻ്റെ സെന്റ് ജോസഫ് ഹൈസ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ലഹരി വിരുദ്ധ സന്ദേശ റാലി എല്ലാ വിജയാശംസകളും നേരുകയാണ്. ഫെഡറൽ ബാങ്ക് പൂവത്തുശ്ശേരി ശാഖയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും. മാഡം പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലഹരി വിരുദ്ധ സന്ദേശം എല്ലാവരും എത്തിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും കുട്ടികളിൽ. കാരണം മാഡം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ കുട്ടികളിലാണ് ഇത് ആദ്യമായി ലഹരി ഉപയോഗം തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവരെയാണ് ഇതിനെ ലഹരിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സന്ദേശ റാലി കുട്ടികളിൽ നല്ലൊരു അവബോധം വളർത്തുവാൻ സഹായിക്കട്ടെ എന്ന് എല്ലാ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ രാജേഷ് പുറയാട്ടിൽ, മാർട്ടിൻ കാച്ചപ്പള്ളി, ജോജി തോമസ്, ഷിനായില, എബ്രാഹാം എന്നിവർ സംസാരിച്ചു. അശാസ്ത്രീയമായി രാഷ്ട്രീയം നോക്കി LDFന് അനുകൂലമായ രീതിയിൽ പല വാർഡുകളെയും ഒഴിവാക്കി വാർഡുകൾ വിഭജിച്ചതിനെതിരെ അന്നമനടയിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. K കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. വാർഡ് വിഭജനം
എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ വാർഡ് വിഭജനത്തെ സംബന്ധിച്ച് അധികാരികൾ നിഷ്കർഷിച്ചിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ജനസംഖ്യാടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം നടത്തുന്നതും അതിൻ്റെ ബൗണ്ടറികൾ ഏതെങ്കിലും ചെറിയ തോടോ നടപടിയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളോ തോടുകളോ പുഴകളോ ആയിരിക്കണം ബൗണ്ടറി എന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ബൗണ്ടറിയെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻ. അതുപോലെ തന്നെ ഇവിടെ ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിക്കണം. പരസ്പരം വാർഡുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 10% കൂടുതൽ വ്യത്യാസം വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി എന്ന് പറയേണ്ടി വരും. ഭരണസമിതിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കാം ഇതിൻ്റെ പുറകിൽ, പക്ഷേ ഇത് ഉത്തരവാദി ശരിക്കും പഞ്ചായത്ത് സെക്രട്ടറിയാണ്. മണ്ഡലം പ്രസിഡന്റ് പി.കെ. തിലകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് N.S. വിജയൻ, M.H. ഫൈസൽ, പി.കെ. തിലകൻ, കെ. രവി നമ്പൂതിരി, ആൽബിൻ പ്ലാക്കൽ, അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ, കെ.എ. ഇക്ബാൽ, പി.കെ. സിദ്ദിഖ്, ധന്യ ദേവദാസ് എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂളിൽ നടത്തിയ കുട്ടികളുടെ ഹരിതസഭ കില റിസർച്ച് അസോസിയേറ്റ് കോർഡിനേറ്റർ കെ.യു. സുകന്യ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിളി സോമൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്തം ശുചിത്വ പ്രതിജ്ഞ കില തീമാറ്റിക് എക്സ്പേർട്ട് ധന്യ ചൊല്ലിക്കൊടുത്തു. നവകേരളം RP ടിനു ടി.എ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ കുമാർ M.A, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K.G. രജീഷ്, ബോയ്സ് സ്കൂൾ പ്രധാന അധ്യാപിക ജിഷ, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക M.K. ഡൈനി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G. നായർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ ദേവസി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 13 സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ ഹരിതസഭയിൽ പങ്കെടുത്തു. ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച എല്ലാ വിദ്യാലയങ്ങൾക്കും ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. തുടർന്ന് കുട്ടികൾ ഓരോ സ്കൂളിൽ നിന്നും റിപ്പോർട്ട് അവതരണവും സ്കിറ്റും മറ്റു വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. കയ്പമംഗലം ചമ്മിണിയിൽ റഫീഖ്, കാട്ടൂർ പെരിഞ്ഞനം ചിറക്കുഴി അഫ്സീർ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു. കോട്ടയത്ത് നിന്ന് ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആനയെഴുന്നള്ളിപ്പിനുള്ള നിയന്ത്രണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കോടതി ആവർത്തിച്ചതോടെ പൂരപ്രേമികൾ ആശങ്കയിലായി. നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയാൽ പൂരം നടത്താനാകില്ലെന്ന് സംഘാടകർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.